ഇത്തവണ ജൂണിലൊന്നും വലിയ മഴയൊന്നും പെയ്തില്ലെന്നേ പഴയതുപോലെ. ഇത് ഞാൻ അറിയാതെന്ന് പറഞ്ഞ് ഒരു 2-2.5 മണിക്കൂറാകുന്നതിന് മുമ്പേ തുടങ്ങി ഒരു 1.5 മഴ. തൃപ്തിയായി. ഇതൊക്കെ നിർത്തിത്തരുമെന്ന് ആരോടാ ഒന്നിപ്പോ പറയാം. ഇങ്ങനെ പെയ്താലും നമുക്ക് പ്രത്യേകിച്ച് ദോഷമല്ലാതെ ഗുണമൊന്നുമില്ല. പെയ്തോളൂ. കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നത് വരെ നന്നായി പെയ്തോളൂ. അവധി എന്ന് പറഞ്ഞതുകൊണ്ടാണോന്ന് അറിയില്ല, മഴ ഇതുവഴി പോയെന്ന് അറിഞ്ഞുകൂടാ. ഉരുളക്കിഴങ്ങ് തോരനും ചമ്മന്തിയും കാടമുട്ട റോസ്റ്റും ഒക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാം. ഒരു പിടിയോളം കൊച്ചുള്ളി അരിഞ്ഞതും അതുപോലെ കനം കുറച്ചരിഞ്ഞ് ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ അലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതും കൂടെ വേണം. തോരനല്ലേ, അപ്പൊ നമുക്ക് 2-3 സ്പൂൺ തേങ്ങ തിരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പൊടിച്ച മുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തട്ടിപ്പൊത്തി വെച്ചിട്ട് നന്നായിട്ട് ആവി വരുന്നത് വരെ വേവിച്ച് നല്ല ഡ്രൈ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ ഉരുളക്കിഴങ്ങ് തോരൻ റെഡിയായി. ഉരുളക്കിഴങ്ങ് വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആകുന്നത് വരെ നമുക്ക് മൂടി വെച്ചോ മൂടി വെക്കാതെയോ ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിച്ചെടുക്കാം. എൻ്റെ അഖിലിനെ പോലെ പൊട്ടറ്റോ ഫാൻസിന് ചോറിന് കഴിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണിത്. സിമ്പിളായിട്ട് നമുക്കൊരു ചമ്മന്തി ഇവിടെ മിക്സിയിൽ അരച്ചെടുക്കാം. തേങ്ങാ ചമ്മന്തി അല്ലേ, അതുകൊണ്ട് തേങ്ങ വേണം. കൂട്ടത്തിൽ 2-3 ചെറിയ ഉള്ളി, അതുപോലെ ഇഞ്ചി, പിന്നെ കറിവേപ്പില, കഷ്ട് ചില്ലി. ഉപ്പിന് പകരം ഞാൻ അരിഞ്ഞ് ഉപ്പിലിട്ട മാങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ചമ്മന്തി റെഡിയായി. ഇനി സിമ്പിളായിട്ട് നമുക്ക് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുക്കിംഗ് ചെയ്യണമെന്നുള്ള നല്ല മൂഡും നല്ല താല്പര്യം ഉള്ളപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് സിമ്പിൾ. മൂഡും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത സമയത്ത് എന്നോട് ഒരു പപ്പടം കാച്ചാൻ പറഞ്ഞാൽ പോലും എനിക്കത് ഭയങ്കര ഭാരപ്പെട്ട ജോലിയായിട്ടാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ എണ്ണ ചൂടായപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുത്തു. അതിലോട്ട് നല്ലപോലെ പഴുത്ത തക്കാളിയോടെ ചേർത്തു. 3 അല്ലി വെളുത്തുള്ളി തോലോടുകൂടെ ചതച്ചതും അതുപോലെ കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വഴണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പരുവാകുമ്പം നമ്മുടെ കാടമുട്ട വേവിച്ചതുകൂടെ പെറുക്കി ഇട്ട് കൊടുക്കണം. മുട്ടയിൽ മസാല പൊതിയുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ റോസ്റ്റ് കാണുമ്പോഴേ തോന്നുന്നില്ലേ അപ്പം, ചപ്പാത്തി, പൊറോട്ട, ചോറ് എല്ലാത്തിനും സൂപ്പർ ആയിരിക്കും. മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഒന്നും ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തുണ്ടാക്കുന്ന ഈ റോസ്റ്റിനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത്. ഇവിടെ ഇന്ന് രാവിലെ തന്നെ അമ്മച്ചി അച്ചിങ്ങയും ക്യാരറ്റും കൂടെ തോരൻ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ 3 കൂട്ടം കറികൾ ഞാൻ ഉണ്ടാക്കിയത്. ചോറ് വിളമ്പാൻ കഴിക്കുന്നതിന് മുമ്പ് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. എന്റെ ഈ ടോപ്പ്, ഈ പുള്ളിക്കാരിക്ക് ഇതുള്ള പണി എന്നും ഓരോരോ ടോപ്പുമായിട്ട് വന്നോളൂ എന്ന് ചിന്തിക്കാൻ വരട്ടെ. സ്കേർട്ട്, ജീൻസ്, പാൻസ്, പലാസോ ഇതിന്റെ എല്ലാം കൂടെ ഇട്ടുകൊണ്ട് പോകാൻ അടിപൊളിയാണ്. വേണമെങ്കിൽ വാങ്ങിച്ചാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. 400 സംതിങ് അത്രേ ഉള്ളൂ രൂപ. കോട്ടൺ ആണ് മെറ്റീരിയൽ. ഈ സ്കേർട്ടും ടോപ്പും ഒക്കെയാണ് ഇപ്പോഴത്തെ എന്റെ ബെസ്റ്റ് കംഫർട്ടബിൾ ഹോംലി ആയിട്ട്. നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത 1200 സബ്സ്ക്രൈബേഴ്സിന് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നത് കേട്ടോ. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ.